ഇന്ന് ഞാനിവിടെ ഡയമണ്ട് കട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് 1 കപ്പ് മൈദ മാവ് ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഞാനിവിടെ 1 നുള്ളു സോഡാപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കളറായിട്ടുള്ള ഡയമണ്ട് കട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി കളർ ഉപയോഗിക്കാതെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഇത് കുഴച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് റെഡ് കളർ ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പെർമിറ്റഡ് ഫുഡ് കളർ തന്നെ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കണം. ഇനി ഇത് കുറേശ്ശെ ഒഴിച്ച് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. നല്ല മയം വരത്തക്ക രീതിയിൽ ചപ്പാത്തി മാവ് കുഴച്ചെടുക്കും പോലെ നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. ഈ മാവ് ഞാനിവിടെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് റെഡ് കളറിലാണ് ഞാൻ കുഴച്ചെടുത്തിരിക്കുന്നത്. ഇനി ഞാൻ യെല്ലോ കളറും കൂടി ഇതുപോലെ കുഴച്ചെടുക്കുവാണ്. ഇത് മാറ്റി വെക്കാം. ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് യെല്ലോ കളർ ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ ഇതും നല്ലതുപോലെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേ അളവിൽ തന്നെ ഞാൻ ഇനി ഗ്രീനും ഉണ്ടാക്കുവാണ്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മാവിട്ടു. ഗ്രീൻ ഫുഡ് കളർ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഈ മാവൊന്ന് കുഴച്ചെടുക്കാം. ഇവിടെ ഞാൻ 3 കളറിലും കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. യെല്ലോ, ഗ്രീൻ, റെഡ്. ഇനി ഇത് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷമാണ് നമ്മളിനി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിവിടെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഓരോ ഉരുളയും എടുത്ത് നല്ലതുപോലെ ഇത് വളരെ കനം കുറച്ച് പരത്തിയെടുക്കാം. കുറച്ച് മൈദ മാവ് സ്പ്രിങ്കിൾ ചെയ്ത് വേണം നമ്മളിത് പരത്തിയെടുക്കേണ്ടത്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഈ മഞ്ഞ ചേർത്ത മാവും ഇതുപോലെ തന്നെ മൈദ മാവ് സ്പ്രിങ്കിൾ ചെയ്ത് ഇതൊന്ന് പരത്തിയെടുക്കാം. കണ്ടോ, ഇതുപോലെ ഇളക്കി എടുക്കണം. ഇനി ഈ മാവും നമുക്കിതുപോലെ പരത്തി കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കണം. 3 കളറും ഞാനിവിടെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡയമണ്ട്സിൻ്റെ മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. നല്ല ക്രിസ്പി ആവുന്നവരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയിരിക്കുന്ന മാവും ഇതുപോലെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഡയമണ്ട്സ് എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് പഞ്ചസാര പാനിയിൽ എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. നല്ല വിസ്താരമുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരം കൂടുതൽ വേണ്ടവർ 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്താൽ മതി. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര മാത്രമേ ചേർക്കുന്നുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞങ്ങൾക്കിവിടെ മധുരം കുറച്ച് മതി. അതുകൊണ്ട് ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഈ പഞ്ചസാര പാനി ഒന്ന് തിളച്ച ശേഷം നല്ലതുപോലെ ഇളക്കി വീണ്ടും ഇത് നല്ലതുപോലെ
ചൂടാക്കി നൂൽ പരുവം ആക്കണം. പഞ്ചസാര പാനി ഇവിടെ ഒരു നൂൽ പരുവം ആയിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡയമണ്ട്സ് ഇതിലേക്കിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ കുടഞ്ഞുടഞ്ഞെടുക്കണം. പഞ്ചസാര പാവ് എല്ലാ ഡയമണ്ട്സിലും വരത്തക്ക രീതിയിൽ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇത് നല്ലതുപോലെ തണുക്കണം. തണുത്ത ശേഷമാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇത് തണുക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഈ ഡയമണ്ട്സ് ഇതിലിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ ഷുഗർ കോട്ടിങ്ങിൽ ഇരുന്ന് ഇതൊന്ന് തണുത്ത ശേഷം ഇതൊന്നും കൂടി ഒന്ന് മുറുകും. അതിന് ശേഷം മാത്രമാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഡയമണ്ട് കട്ട് ഇവിടെ തയ്യാറായി. ഇത് കണ്ടോ, ഇത് തണുത്ത ശേഷം ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് ഇത് വരും. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഡയമണ്ട് കട്ട് ഇവിടെ തയ്യാറായി. ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.